ഹലോ നമസ്കാരം. മലയാളി ട്രാവൽ ഗൈഡിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ഇന്നൊരു വീഡിയോയുമായി എത്തുന്നത്. നമ്മുടെ നാട്ടിലെ ഭയങ്കര ചൂട് നമ്മളെ വീഡിയോ എടുക്കുന്നതിൽ നമ്മളെ തടസ്സപ്പെടുത്തിക്കൊണ്ടിരുന്നു. അപ്പോൾ അങ്ങനെ ഓരോ ദിവസങ്ങളും കഴിഞ്ഞ് പോയി കുറേ ദിവസങ്ങളായി. അപ്പോൾ ഇനി അധികം വീഡിയോ ഇട്ടില്ലെങ്കിൽ നമ്മൾ ആകപ്പാടെ വീഡിയോ ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാവും. ക്ലൈമറ്റ് ഇങ്ങനെ വീണ്ടും ദിവസങ്ങളും കഴിയുന്നതോറും ചൂട് കൂടിക്കൂടി വരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കുറേ വേനൽ മഴയൊക്കെ പെയ്തു. അതുകൊണ്ട് കുറച്ചൊക്കെ ചില പ്രദേശങ്ങളിലൊക്കെ കുറച്ച് ചൂടിന് ശമനമൊക്കെ വന്നു. എന്തായാലും നമ്മളിന്നൊരു യാത്ര പോവുകയാണ്. ഇന്ന് നമ്മൾ പോകുന്നത് തിരുവനന്തപുരം ജില്ലയുടെ കിഴക്കൻ മേഖലയിലോട്ടാണ്, വിതുരയിലോട്ടാണ് നമ്മൾ പോകുന്നത്. വിതുരയ്ക്ക് അടുത്തുള്ള പേപ്പാറ ഡാം കാണാം എന്ന് വിചാരിച്ച് നമ്മൾ പോവുകയാണ്. ചൂട് സമയത്ത് നമ്മൾ കുറച്ച് പച്ചപ്പ് നിറഞ്ഞ കുറച്ച് നല്ല തണുപ്പുള്ള സ്ഥലങ്ങൾ തേടി പോകുന്നത് നല്ലതാണ് എന്ന് തോന്നി. അതുകൊണ്ടാണ് യാത്ര ഇന്ന് അങ്ങോട്ടാക്കിയത്. എൻ്റെ കൂടെ 2 ആൾക്കാരോടുണ്ട്. 2 പേർക്കും ഈ വിതിരയെക്കുറിച്ച് നല്ല ധാരണയുള്ള ആൾക്കാരാണ്. ഒരാൾ ഇവിടുത്തുകാരൻ തന്നെയാണ്. അദ്ദേഹത്തിന് ഇവിടുത്തെ എല്ലാ ഏരിയയും എല്ലാ സ്ഥലങ്ങളും നന്നായിട്ട് അറിയാവുന്ന ആളാണ്. മറ്റേ ആൾക്കും വർഷങ്ങളായിട്ട് വിതിര നന്നായിട്ട് അറിയാവുന്ന ആളാണ്. അപ്പോൾ അവർ 2 പേരും എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ ധൈര്യമായിട്ട് ഇപ്പോൾ ഈ വനത്തിൽ കൂടെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വിതിര കഴിഞ്ഞിപ്പം പേപ്പാറയിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. അധികം ഈ ചൂട് കൊണ്ടായിരിക്കാം അധികം വാഹനങ്ങളൊന്നും നമ്മളെതിരെ കാണുന്നില്ല. നമ്മൾ പോകുന്നതിൻ്റെ അങ്ങോട്ട് നമ്മൾ തന്നെയാണ് ഇപ്പോൾ വനത്തിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. വിതുരയ്ക്ക് അടുത്തായിട്ട് തന്നെയാണ്, അധികം ദൂരമില്ല ഈ പേപ്പാറ ഡാം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇത് പൊന്മുടി പോവുകയാണെങ്കിലും അതുപോലെ തന്നെ മങ്കയത്ത് പോവുകയാണെങ്കിലും എല്ലാം നമ്മൾ വിതുരയിൽ വന്നിട്ടാണ് ഈ സ്ഥലങ്ങളിലോട്ടൊക്കെ പോകുന്നത്. മങ്കയം വെള്ളച്ചാട്ടം നേരത്തെ നമ്മളൊരു വീഡിയോ എടുത്തിട്ടുള്ളതാണ്. അതുപോലെ പൊന്മുടി ടൂറിസ്റ്റുകൾ ഒരുപാട് പോകുന്ന പ്രദേശമാണ് പൊന്മുടി പോകുമ്പോഴെല്ലാം നമ്മൾ വിതുര വന്നാൽ മാത്രമേ നമുക്ക് പൊന്മുടിയിലോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ നമ്മൾ പേപ്പാറയിൽ എത്തിച്ചേർന്നു. ഒരു വളരെ മനോഹരമായ ഒരു കമാനമാണ് നമ്മളെ സ്വാഗതം ചെയ്തിരിക്കുന്നത്. ഒരു കാട്ടുപോത്തിൻ്റെ രൂപമൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു മനോഹരമായൊരു കമാനം. അപ്പോൾ ഇവിടെ കുറേ ഓഫീസുകളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. പഴയ ഓഫീസുകളൊക്കെ ഉണ്ട്. ഇതിനുള്ളിൽ അവരുടെ ക്വാർട്ടേഴ്സുകളൊക്കെ ഉണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്, നമ്മുടെ കൂടെ വന്ന ആൾ പറഞ്ഞത്. എന്തായാലും നമ്മൾ ആ ഗേറ്റിനോടോട്ട് ചെല്ലുകയാണ്. അവിടെ കുറേ ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെയാണ് വണ്ടികളൊക്കെ പാർക്ക് ചെയ്യുന്നത്. നമ്മുടെ വണ്ടി അവിടെ പാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഉള്ളിലോട്ട് കയറാം. പക്ഷേ ക്യാമറ അലൗഡ് അല്ല എന്ന് എഴുതി വെച്ചിരിക്കുന്നു. മൊബൈൽ അലൗഡാണ്. മൊബൈലിൽ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചോളാൻ പറഞ്ഞു. അതിൻ്റെ കാരണം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. എന്തായാലും നമ്മുടെ മൊബൈൽ നല്ല ക്ലാരിറ്റിയുള്ള മൊബൈലല്ല കയ്യിലിരിക്കുന്നത്, ക്യാമറയാണ്, ഗോപ്രോയുടെ ക്യാമറയാണ്. അപ്പോൾ പിന്നെ നമുക്ക് ഉള്ളിൽ പോയി അധികം ദൃശ്യങ്ങളൊന്നും ചിത്രീകരിക്കാൻ പറ്റില്ല. ഇത് ഏത് നാട്ടിലെ നിയമമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ താഴോട്ട് ഇറങ്ങി നമുക്ക് ഡാമിലോട്ട് ഇറങ്ങി ചെല്ലാൻ സാധിക്കും. പക്ഷേ ഡാമിൻ്റെ മുകളിലോട്ട് നടക്കാനുള്ള വഴിയൊക്കെ തന്നെ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇവിടെ കുറേ ആൾക്കാരൊക്കെ വന്ന് അപകടത്തിൽപ്പെട്ടതുകൊണ്ടാണ് പലയിടത്തോട്ടും നമ്മളെ ഇറക്കത്തില്ല അവർ. നമുക്ക് ദൂരെ നിന്ന് കാണാൻ മാത്രമേ സാധിക്കത്തുള്ളൂ. സൈഡിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. വെള്ളമുണ്ട്, കുറേയേറെ വെള്ളമുണ്ട്. പക്ഷെ നല്ല മനോഹരമായ ദൃശ്യങ്ങളുമാണ്. നമ്മുടെ മൊബൈലിൽ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നുണ്ട്. ക്ലാരിറ്റി ഇല്ലെന്ന് ഞാൻ മുമ്പേ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ നല്ല ക്ലാരിറ്റിയിലല്ല ഇത് കിട്ടുക. എന്തായാലും നമുക്ക് തിരികെ പോവാം. അപ്പോൾ ഇവിടെ വനത്തോട് ചേർന്ന് തന്നെ ഒരു ഹോട്ടലുണ്ട്. വളരെ പ്രശസ്തമായ ഒരു ഹോട്ടലാണ്. അപ്പോൾ അവിടെ കയറി ലഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. കാട്ടിലെ കട എന്നാണ് പേര്. അപ്പോഴേ സാധാരണ ഇവിടെ വളരെ തിരക്കുള്ള ഹോട്ടലാണ്. പക്ഷേ ഇന്നെന്തോ വളരെ തിരക്ക് തോന്നിയില്ല. ഏതാണ്ട് ഒരു പടി കഴിഞ്ഞു. അപ്പോൾ കാട്ടിലെ കടയിലോട്ട് നമ്മൾ കയറുകയാണ്. വളരെ ചെറിയൊരു കടയാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ കൂവ ഇലയ്ക്കകത്ത് നമുക്ക് ചോറ് വിളമ്പിത്തരുന്നു. പിന്നെ സാധാരണ ഹോട്ടലിലോട്ട് തന്നെ എല്ലാ കറികളും ഒക്കെ. പിന്നെ ചിക്കൻ തോരനാണ് എനിക്കൊരു സ്പെഷ്യലായിട്ട് തോന്നിയത്. അപ്പോൾ തിരക്ക് കുറവായിരുന്നു, കഴിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ കഴിച്ചു തുടങ്ങി. ഫുഡിനെ കുറിച്ച് കേട്ടിട്ടുള്ള ഒന്നാണ്. ഞങ്ങൾ റിവ്യൂ കണ്ടു വന്നതാണ്. ഇതിനു വേണ്ടി അതെ, ഇതാണ് മെയിൻ ആള്. നിങ്ങളുടെ സ്പോൺസർക്ക് വേണ്ടിയിട്ടാണ് സ്പോൺസർഷിപ്പ്. എല്ലാവരും ഒരു കോളേജ് ഏത് കോളേജാണ്? കോളേജ്
എല്ലാം ഓൾമോസ്റ്റ് സെയിം ഏജ്. മലയാളി ട്രാവൽ ഗൈഡ്. മലയാളി ട്രാവൽ ഗൈഡ്. 4 മാസം. എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡ്? നല്ല ഫുഡാണ്. അടിപൊളി നല്ല ഫുഡാണ്. പേരൊക്കെ പറഞ്ഞു. എവിടെ നിന്നാണ്? പേരൊക്കെ പറഞ്ഞു. ഗൗരി. സൂപ്പർ. അപ്പോൾ ഇനിയും വരും ഇവിടെ അല്ലേ? അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തത്. ആറ്റിങ്ങിൽ നിന്നും കണിയാപുരത്തു നിന്നൊക്കെ ഈ ഹോട്ടലിനെ കുറിച്ച് കേട്ടറിഞ്ഞ് വന്ന ആൾക്കാരാണ് അവരൊരു ഫാമിലിയിൽപ്പെട്ട ആൾക്കാരാണ്, എല്ലാം കസിൻസാണ്. അപ്പോൾ അവരെല്ലാവരും തന്നെ നല്ല ഫുഡ് ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും കഴിച്ചായിരുന്നു, എനിക്ക് ഫുഡ് ഇഷ്ടപ്പെട്ടു. ഇവിടെ വരുന്ന ഒരുപാട് ആൾക്കാർ ഈ ഹോട്ടലിനെ കുറിച്ച് കേട്ടറിഞ്ഞ് ഇവിടെ വരാറുണ്ട്. ഇപ്പം തന്നെ കുറച്ച് തിരക്ക് കൂടി, കുറേ ആളുകൾ വീണ്ടും എത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നുന്നത് ഈ വനത്തിൽ നിന്ന് ശേഖരിക്കുന്ന ഈ കൂവ ഇലയ്ക്കകത്ത് ചോറ് വിളമ്പി കൊടുക്കുന്ന ആ ഒരു ഇതാണ്. മറ്റു ഹോട്ടലിലെങ്കിലും തന്നെ ഇത് കണ്ടിട്ടില്ല, ആദ്യമായിട്ടാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ ഇത് താല്പര്യമില്ലാത്തവർക്ക് വാഴയിലയിൽ തന്നെ കൊടുക്കാറുണ്ട്. ഇപ്പോഴേ കുറച്ചുകൂടെ തിരക്കത്തോടെ തുടങ്ങി. ഈ കട കഴിഞ്ഞ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ വനമാണ്. അപ്പം അതുകൊണ്ടാണ് അവർ ആ പേരിട്ടിരിക്കുന്നതെന്ന് തോന്നുന്നു. എന്തായാലും ഇപ്പം നല്ല തിരക്കായി. അപ്പോൾ തീർച്ചയായിട്ടും ഇതുവഴി പോകുന്ന ആൾക്കാരൊക്കെ ഇവിടെ വന്ന് കഴിക്കാൻ ഇവിടെ കയറുക. ഇവിടുത്തെ ചിക്കത്തോരൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ഒരു പ്രത്യേകത, മറ്റു ഹോട്ടലിൽ നിന്നും കുറച്ചൊരു പ്രത്യേകതയുള്ളൊരു ഹോട്ടലാണ്. അപ്പോൾ എല്ലാവരും വന്ന് ആഹാരം കഴിക്കുക, ഇവിടെ വരിക, എൻജോയ് ചെയ്യുക. അപ്പം തീർച്ചയായിട്ടും അടുത്ത വീഡിയോയുമായി കാണുന്നിടം വരെ ഓക്കെ, ബൈ ബൈ.